ഹലോ. സോ USSന്റെ പുതിയൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. മാത്സിന്റെ ഏത് ടോപ്പിക്കാണ്? ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബേസിക് ഓപ്പറേഷൻസ് എല്ലാം അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഫ്രാക്ഷൻസിനകത്തുള്ള ബേസിക് ഓപ്പറേഷൻ ലൈക്ക് രണ്ട് ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യാം, ആൻഡ് രണ്ട് ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം, ആൻഡ് മൾട്ടിപ്ലൈ എങ്ങനെ ചെയ്യാം, അതുപോലെ ഡിവിഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇനി ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം, ആൻഡ് പെന്നും വേണം. എന്നിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്, 1/2 പ്ലസ് 3/4. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാം? നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ടാവും. സോ നിങ്ങൾ ആദ്യം ഈ 4നെ 1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ഡിനോമിനേറ്റേഴ്സിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് 4 × 1 കഴിഞ്ഞില്ല, പ്ലസ് 2 × 3 കഴിഞ്ഞില്ല. ഡിനോമിനേറ്ററിനകത്ത് രണ്ട് ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2 × 4 എന്ന് വരും. സോ നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ 4 × 1 4 ആണ്, പ്ലസ് 2 × 3 6 ആണ്, ഡിവൈഡഡ് ബൈ 2 × 4 8 ആണ്, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 10/8. 10/8നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5/4 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വലന്റ് ഫ്രാക്ഷനും കൂടെ കണ്ടുപിടിച്ചു. സോ അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ 1/2 × 3/4 നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടെ ഈസി ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ശ്രദ്ധിക്കണേ. സോ നിങ്ങളുടെ ന്യൂമറേറ്റേഴ്സ് 1 ഉണ്ട്, 3 ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 × 3 ഡിവൈഡഡ് ബൈ 2 ഉം 4 ഉണ്ട്. സോ 2 × 4 എന്ന് എഴുതാം. സോ ടോട്ടൽ 3 ഡിവൈഡഡ് ബൈ 8. റെഡിയാണല്ലോ. സോ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് നോക്കാം. സോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1.5 meters of cloth is needed for a shirt. ഒരു ഷർട്ടിന് 1.5 meter ക്ലോത്ത് വേണം. How much cloth is required for 5 such shirts? അപ്പോൾ 5 ഷർട്ടിന് 5 ഷർട്ടിന് എത്ര ക്ലോത്ത് വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഇവിടെ സ്ട്രീമിംഗ് കാണാൻ, ഗെയിമിംഗ് സ്ട്രീമിംഗ് കാണാൻ വന്നതല്ല, അതല്ലെങ്കിൽ ഐഷോ സ്പീഡിന്റെ വീഡിയോ കാണാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ USS കിട്ടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വന്നതാണ്. സോ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഒരു പെന്നും ബുക്കും അല്ലെങ്കിൽ ഒരു പെൻസിലും ബുക്കും നിർബന്ധമായിട്ട് വേണം. ആൻഡ് ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സ്ക്രീനിനകത്ത് എന്ത് ചെയ്യാം? ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ഐക്കൺ വരും, അഥവാ നിങ്ങളുടെ പോസ്റ്റ് ബട്ടൺ. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. റെഡി ആണല്ലോ. അപ്പൊ അന്നേരം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ സമയം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നോക്കാം. സോ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, 1 ഷർട്ടാണ്, ഒരു ഷർട്ട് അല്ലേ, 1 ഷർട്ടിന് 1.5 meter. സോ 1.5 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണല്ലോ, അതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. 1.5 പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഹാഫ് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്, അതിനകത്ത് ഡൗട്ട് ഇല്ല. ആൻഡ് 1 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ 1ഉം 1/2 കൂടെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 1/2. ആൻഡ് ഇതെന്താണ്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലേ? ശ്രദ്ധിക്കണേ, നിങ്ങൾ ഡിനോമിനേറ്റർ ഉണ്ട്, സൈഡിൽ ഒരു നമ്പർ ഉണ്ട്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്ററിനെ കൊണ്ട് ആഡ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2 × 1 പ്ലസ് ന്യൂമറേറ്റർ ഉണ്ട് 1, ആൻഡ് ഡിനോമിനേറ്ററിനെ അതുപോലെ തന്നെ എഴുതുക. സോ ചെയ്ത് കഴിഞ്ഞാൽ 2 + 1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 2. റെഡിയാണല്ലോ. സോ എങ്ങനെയാണ് നിങ്ങൾ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് 1/2 അഥവാ 1.5 ഈസ് ഈക്വൽ ടു 3/2 അഥവാ 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സോ ബാക്കി ക്വസ്റ്റ്യൻ എന്താ? അങ്ങനെയാണെങ്കിൽ 5 ഷർട്ടിന് എത്ര ക്ലോത്ത് വേണം? നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. 1 ഷർട്ടിന് 3/2. സോ ഓഫ് കോഴ്സ് 5 ഷർട്ടിന് എന്താണ്? 1 ഷർട്ടിന് 3/2, അപ്പൊ അടുത്ത ഷർട്ട് 3/2, അടുത്തത് 3/2, 3/2, 3/2. അങ്ങനെ 5 ടൈംസ് നിങ്ങൾ 3/2 ആഡ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ 5നെ കൊണ്ട് 3/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെഡിയാണല്ലോ. സോ 5 ഷർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 5 × 3/2. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കോട്ട് പോകാം. സോ ബാക്കോട്ട് പോയ സമയത്ത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആൻസർ എല്ലാം എന്താണ്?
മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ 7 മീറ്റർ പറഞ്ഞിട്ടുണ്ട്, അതല്ല എന്തായാലും. സോ ബാക്കി എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. സോ നിങ്ങളുടെ അടുത്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ 15 എന്ത് ചെയ്യാ, പെട്ടിക്കകത്ത് വെക്കുന്നു ആൻഡ് 2നെ പുറത്ത്. നിങ്ങൾ എങ്ങനെയാണ് നോർമൽ ഡിവിഷൻ ചെയ്ത് അതുപോലെ. സോ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 7, ഇവിടെ 14 ആൻഡ് 15 മൈനസ് 14 1 ആണല്ലോ. സോ അതും എഴുതി. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ ക്വോഷ്യന്റ്. ഇതാരാണ്, റിമൈൻഡർ. ഇത് ഡിവിസർ ആൻഡ് ഇത് ഡിവിഡന്റ്. റെഡി ആണല്ലോ. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ 15/2നെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണേല. ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ക്വോഷ്യന്റ് അഥവാ ഈ 7 എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിമൈൻഡർ എഴുതുക ആൻഡ് താഴെ ഒരു വര വരയ്ക്കുന്നു, 2 ഇടുന്നു. റെഡിയാണല്ലോ. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് റിവേഴ്സിനകത്ത് ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് പറഞ്ഞു. ആൻഡ് സിമിലർലി റിവേഴ്സിനകത്തും പറഞ്ഞു തന്നു. സോ നിങ്ങളുടെ ആൻസർ എന്താ, 7 1/2 മീറ്റർ. കാരണം ഒരു ഷാർട്ടിന് 1.5 മീറ്റർ ആണെങ്കിൽ 5 ടൈംസ് 1.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 5നെ കൊണ്ട് 1.5നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 7 1/2. നിങ്ങളുടെ ഓപ്ഷനകത്ത് ഇപ്പോൾ ആൻസർ ഉണ്ടോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്, ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. റെഡി ആണല്ലോ. സോ വെറുതെ ഇരിക്കുകയാണോ, അല്ലല്ലോ, ഇതൊക്കെ ചെയ്തു നോക്കുന്നില്ലേ? സോ നിങ്ങൾ ചെയ്തു നോക്കേണ്ടത് വിചാരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഗെയിമിംഗ് സ്ട്രീമിംഗ് കാണാൻ വന്നതല്ല, പഠിക്കാൻ വന്നതാണ്. USS കിട്ടാൻ വേണ്ടി തന്നെ വന്നതാണ്. സോ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ പേഴ്സൺ, ഓക്കെ ഞാൻ ബാക്കോട്ട് എടുക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഞാൻ വീണ്ടും പറയാണ്, സ്ക്രീൻ ഉണ്ട്, സ്ക്രീൻ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങളുടെ പോസ്റ്റ് ബട്ടൺ ഉണ്ടാവും, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ നോക്കാം. എ പേഴ്സൺ വാക്സ് 2.5. നേരത്തെ 1.5 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി, 1 1/2. ഇത്തവണ 2.5 എന്ന് പറഞ്ഞാൽ 2ഉം പിന്നെ 1/2. റെഡി ആണല്ലോ, ഓക്കെ ആണ്. ഓക്കെ, 2.5 കിലോമീറ്റേഴ്സ് ഇൻ എൻ അവർ. ഒരു മണിക്കൂറിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 2.5 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ബാക്കി കൂടെ നോക്കാം. അറ്റ് ദ സെയിം സ്പീഡിനകത്ത് പോവുകയാണെങ്കിൽ ഹൗ ഫാർ വിൽ ഹി വാക്ക് ഇൻ 1.5 hours. അങ്ങനെയാണെങ്കിൽ 1 hour 2.5 ആണല്ലോ. സോ 1.5 hours അല്ലെങ്കിൽ 1.5 hoursനകത്ത് അയാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? സോ നേരത്തെ ക്വസ്റ്റ്യന്റെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് 1 hour ഉണ്ട്. 1 hourനകത്ത് എന്താണ്, 2.5 കിലോമീറ്റർ. റെഡി ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ അത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 1 1/2 അഥവാ 1.5 hourനകത്ത് ഇത്രയാണ്. ഓക്കെ, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് 1 ഷാർട്ടിന്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് 5 ഷാർട്ടിന്റെ കാര്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സിമിലർലി 1 hour തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ 1.5 കിട്ടാൻ എന്ത് ചെയ്യണം, 1.5നെ കൊണ്ട് നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കണേ. സോ നിങ്ങൾക്ക് 1 1/2 ഇൻറ്റു 2 1/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ആൻസർ കിട്ടും. റെഡി ആണല്ലോ. സോ 1 1/2 എന്താണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണല്ലോ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആൻഡ് 2 1/2 എന്താണ്, അതും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. സോ മിക്സ്ഡ് ഫ്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് കുറച്ചും കൂടെ ഈസി. സോ 1 1/2നെ ഞാൻ നേരത്തെ കാണിച്ച എന്താണ് 3/2 എന്ന് എഴുതാം. കാരണം എന്താ, 1ഉം അതിന്റെ ഹാഫും, വിച്ച് മീൻസ് 1.5 അഥവാ 3/2 1.5 ആണ്. ആൻഡ് 2ഉം 1/2 അഥവാ 2.5 പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ആണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സോ 5/2. അപ്പൊ എന്തായി, നിങ്ങൾക്ക് 2 ഫ്രാക്ഷൻസ് കിട്ടി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഫ്രാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. 3 × 5 എന്താണ്, 3 × 5 ഡിവൈഡഡ് ബൈ 2 × 2. ആൻസർ എന്താടാ, 15 ഡിവൈഡഡ് ബൈ 4. റെഡി അല്ലേ? 15 ഡിവൈഡഡ് ബൈ 4 കിലോമീറ്റർ. 15 ഡിവൈഡ് ബൈ 4 കിലോമീറ്റർ ആയിരിക്കും ആര് പോകുന്നത്, അയാൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസിനകത്ത് ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ 15 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഇല്ല, വിച്ച് മീൻസ് നമ്മുടെ അടുത്തുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം, പ്രോപ്പർ അല്ല മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അവിടെ മിക്സ്ഡ് ഫ്രാക്ഷനകത്തോട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് 15/4 ഉണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചു തന്നു.
സോ 15/4 15 പൊട്ടിക്കകത്ത് വെക്കുന്നു, 4 പുറത്ത് വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മുകളിൽ 3 എന്ന് വരും. റെഡിയാണല്ലോ? 3 ആൻഡ് ഇവിടെ 12. ഞാൻ ഡിവിഷൻ പറഞ്ഞു തരാൻ പോകുന്നില്ല, കാരണം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. സോ 15 - 12 എന്താണ്? 3 ആണ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 15 / 4 നേരത്തെ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങളുടെ ക്വോഷ്യന്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിമൈൻഡർ, പിന്നെ അപ്പുറത്താളും. റെഡിയാണല്ലോ? സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വോഷ്യന്റ് 3 ആണ്. സോ 3 ആണ്. ആൻഡ് നിങ്ങളുടെ റിമൈൻഡർ അതും 3 ആണ്. ആൻഡ് നിങ്ങളുടെ ഡിവിസർ അത് 4 ആണ്. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ടിക്ക് ചെയ്തിട്ട് പോകാം. സോ 3/4 കിലോമീറ്റർ ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. റെഡിയാണല്ലോ? സോ 3/4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ ഹാഫ് ഓഫ് 1/100? 1/100ന്റെ ഹാഫ് ഏതാണ്? ഓപ്ഷൻ ഉണ്ട് 1/50 ഉണ്ട്, 1/200 ഉണ്ട്, 1/50 ഉണ്ട്, 1/400 ഉണ്ട്. സോ ഓഫ് എന്ന വേർഡ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ. റെഡിയാണല്ലോ? സോ ഇവിടെ എന്തുണ്ട്? ഹാഫ് ഉണ്ട്. ഹാഫ് പറഞ്ഞു കഴിഞ്ഞാല് 1/2 ആണ്. സംശയം ഉണ്ടോ? സംശയം ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഓഫ് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ സിമ്പിൾ ഇട്ടു. അടുത്തത് 1/100. 1/100 അവിടെ തന്നെ എഴുതുന്നു. നിങ്ങൾക്ക് 2 ഫ്രാക്ഷൻസ് കിട്ടി. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിൽ 1 × 1, താഴെ 2 × 100 ചെയ്ത് കഴിഞ്ഞാൽ 1/200 എന്ന് കിട്ടും. അത് നിങ്ങളുടെ ഓപ്ഷനകത്ത് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകാം. സോ ഓപ്ഷൻ ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. വാട്ട് ഈസ് 1 - 1/2 × 1 - 1/3 × 1 - 1/4 × 1 - 1/5? റെഡിയാണല്ലോ? സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഓപ്പറേഷൻസ് കാണിച്ചു തന്നു. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ. നിങ്ങൾക്ക് ഫ്രാക്ഷൻസിന്റെ സബ്സ്ട്രാക്ഷനും സിമിലർലി അതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. എവിടെ? നിങ്ങൾ നേരത്തെ പ്ലസ് ഇട്ടല്ലോ, അതിന് പകരമായിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കാം. സോ അതൊന്നും ഇല്ലാത്ത നമുക്ക് കുറച്ചും കൂടെ ഒരു വേറൊരു മെത്തേഡ് അത് ചെയ്യുകയാണെങ്കിൽ 1 - 1/2 എന്താണ്? 1-നകത്ത് നിന്ന് 1/2 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 എന്ന് തന്നെ ആൻസർ കിട്ടും. റെഡിയാണല്ലോ? 1-ൽ നിന്ന് ഹാഫ് പോയാൽ എന്താടാ? ഹാഫ് അല്ലേ? ആൻഡ് അടുത്തത് 1 - 1/3. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1-നെ ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1-നെ 1 = 3/3 എന്ന് എഴുതി കൂടെ. സാർ അതെന്തിനാ 3/3 എന്ന് എഴുതിയത്? ഒന്നുമില്ലടാ, എനിക്ക് ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനിക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ നോക്കിക്കോ 1 ഉണ്ട്, 1-ന് പകരം 3/3 ആക്കി -1/3. സോ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 3 - 1/3 എന്ന് എഴുതുക. 3 - 1 എന്താണ്? 2/3. റെഡിയാണല്ലോ? സോ 1/2 ആണ് ഇത്. 1/2 ഇൻറ്റു അടുത്ത ആളും തേട്ടി 2/3 നീട്ടി. ആൻഡ് അടുത്ത ആള് 1 - 1/4 ആണ്. 1-ൽ നിന്ന് 1/4 എന്താ? കാലല്ലേ? 1/4. 1/4 പോയി കഴിഞ്ഞാൽ 1-ൽ നിന്ന് 1/4 പോയി കഴിഞ്ഞാൽ ഇനി അതും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫുൾ മന്തി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 പീസ് ചിക്കൻ ആയിരിക്കും കിട്ടുന്നത്. സോ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1 ചിക്കൻ പോയി. റെഡിയാണല്ലോ? സോ 1-ൽ നിന്ന് ടോട്ടലിൽ നിന്ന് ഒരു ചിക്കൻ പോയി കഴിഞ്ഞാൽ റിമൈനിങ് എത്ര ചിക്കൻ ഉണ്ടാവും? 3. അതാണ് നമ്മൾ എഴുതുന്നത് 3/4. റെഡിയാണല്ലോ? ഇൻറ്റു 1 - 1/5. അത് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാം. അത് നിങ്ങൾ സാർ 1-നെ 5/5 എന്ന് എഴുതി കൂടെ മക്കളെ. 1-നെ 5/5 എന്ന് എഴുതി കൂടെ. 5/5 എന്താ? 1 അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ 5/5 മൈനസ് 1/5 എന്ന് എഴുതി. ആൻഡ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാം. സോ 5 - 1 എന്താ? 4/5. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. സോ ഇതിനെ ഞാൻ 3/4 എന്ന് എഴുതി. ആൻഡ് ഇൻറ്റു അടുത്ത ആള് 4/5. റെഡിയാണല്ലോ? സോ ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ നോക്കണം. പക്ഷെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണാം ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്. ആൻഡ് ഇവിടെ 2 ഉണ്ട്. 2 കട്ടായി പോയില്ലേ? 2/2 എന്താ? 1 ആണ്. ആൻഡ് 3 ഉണ്ട്, കട്ടായി പോയി. ആൻഡ് 4 ഉണ്ട്. ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നത് 1/5 ആണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടോ? ഉണ്ട്. ടിക്ക് ചെയ്യാം. സാർ എന്താ ഇപ്പൊ ചെയ്തേ? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 × 3 1 × 2 × 3 × 4 ഡിവൈഡ് ബൈ 2 × 3 × 4 × 5 ചെയ്യാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നമ്പറായി കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? 24/120. നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/5 കിട്ടും. അപ്പൊ അതിനൊന്നും നിൽക്കാതെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ 2 × 2 കട്ടായി പോകും.
3 കട്ടായി പോകും. കാരണം എന്താ 3/3 1 ആണ്, 2/2 1 ആണ്, 4/4 1 ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കട്ടായി പോകാത്ത ഇയാൾ മാത്രം ഉണ്ടാവും 1/5. അതാണ് നിങ്ങളുടെ ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. സോ ഇതാണ് ഇൻ ദ ഫിഗർ വാട്ട് ഇസ് ദ പോർഷൻ ഓഫ് സർക്കിൾ ഷെയ്ഡഡ്. അപ്പോ ഷെയ്ഡഡ് പോർഷൻ ഇതാണ്, ശ്രദ്ധിക്കണേ, ഇതാണ് ഷെയ്ഡഡ് പോർഷൻ. റെഡി ആണല്ലോ? സോ അവിടെ 100 ഡിഗ്രി ഉണ്ട്. ആൻഡ് ഷെയ്ഡഡ് പോർഷൻ ഈ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നതാണ്. അതെന്താണ്? അത് എത്ര ആംഗിൾ ഉണ്ടാവും? ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്ര? 360 ആണല്ലോ. ടോട്ടൽ 360 ആണ്. 100 പോയി കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ എത്ര? 260. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ 260ൽ 360ൽ 260 എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചോദിച്ചത്. നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാതെ 10 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താവും? 26 ഡിവൈഡഡ് ബൈ 36. ഇനി 26 ഡിവൈഡ് ബൈ 36നെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അതെങ്ങനെ? 13 ഡിവൈഡഡ് ബൈ 18. റെഡിയാണല്ലോ? 26ന്റെ ഹാഫ് എടുത്തു, 36ന്റെ ഹാഫ് എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? 13 ഡിവൈഡ് ബൈ 18 കിട്ടി. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? അങ്ങനെ ഒരു ആൻസർ ഉണ്ട്. ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. എന്നിട്ട് മുന്നോട്ട് പോകാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് പാർട്ട് ഓഫ് 4/5 ഓഫ് 1/2 ഓഫ് 3/4? ഞാൻ പറഞ്ഞു ഓഫ് പറഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ 4/5 ഇൻറ്റു 1/2 ഇൻറ്റു 3/4. അപ്പൊ നോക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താണ്, അഡീഷൻ അല്ല, സബ്സ്ട്രാക്ഷൻ അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രാക്ഷൻസിനകത്ത് മൾട്ടിപ്ലൈ കുറച്ചും കൂടെ ഈസിയാണ്. സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് 4 × 1 × 3 ഡിവൈഡ് ബൈ 5 × 2 × 4 ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫോറും കൂടെ കളയാം. റെഡിയാണല്ലോ? അപ്പൊ ബാക്കി വരുന്ന ആരൊക്കെയുണ്ട്? 3 ഡിവൈഡഡ് ബൈ 5 × 2 10 ആണ്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? അങ്ങനെ ഒരു ആൻസർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് 10 and 15? അപ്പൊ നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് റെസിപ്രോക്കൽ. എന്താ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നിങ്ങൾ കിട്ടിയ നമ്പറിനെ എന്ത് ചെയ്യുക? നേരെ ഇൻവേർട്ട് ചെയ്യാം. സോ നിങ്ങൾ 10 ഉണ്ടല്ലോ, 10നെ ഞാൻ 10/1 എഴുതി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10ന്റെ റെസിപ്രോക്കൽ എന്താ? 1/10. ഇൻവേർട്ട് ചെയ്യുക, നേരെ തല കുത്തനെ പിടിക്കുക, ഇൻവേർട്ട് ചെയ്യാം. ആൻഡ് 15 ഉണ്ട്, 15ന്റെ റെസിപ്രോക്കൽ എന്താ? 1/15. റെഡിയാണല്ലോ? അപ്പൊ നിങ്ങൾക്ക് 2 ഫ്രാക്ഷൻസ് ആയി. 1/10 പ്ലസ് 1/15. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 15 പ്ലസ് അതെങ്ങനെ വന്നേ? 15 × 1. അടുത്ത 10 × 1 10 ആണ്. ഡിവൈഡഡ് ബൈ 10 × 15 എന്താണ്? 150. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 15 + 10 25 ആണ്. 25 ഡിവൈഡ് ബൈ 150. ശരിയാണല്ലോ? ആൻഡ് ഇങ്ങനെ ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്തായിരിക്കും? 25ന്റെ 6 ടൈംസ് ആണല്ലോ 1/150. അങ്ങനെയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 25 കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 1/6 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഡി മാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. സോ ഫ്രാക്ഷൻസ് എന്ന ഈ സെക്ഷനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഇവിടെ നിർത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. സോ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ എക്സ്പെർട്ട് ആവും. അപ്പോൾ കുറേ കൂടി സ്പീഡായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആൻഡ് USS വേണ്ട ഇപ്പം എന്ത് ചെയ്യുക? പഠിക്കുക. ആൻഡ് ഇത് മാത്രം കണ്ടിരിക്കരുത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് നോക്കുക. സോ എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.